ഹലോ, വെൽക്കം ബാക്ക് ആഡംസ് വേൾഡ്. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ്. രാവിലത്തെ കുക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെയാണ്. അപ്പോൾ തലേദിവസം തന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് മസാലയൊക്കെ പറ്റി വെച്ചായിരുന്നു. ഞാൻ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചു. അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കുന്നത് മോര് കാച്ചുന്നുള്ളൂ. പിന്നെ ഓംലേറ്റും ചെമ്മീൻ ചമ്മന്തി, അച്ചാറ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മോര് കാച്ചാനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല എല്ലാതും റെഡിയാക്കി വെച്ചു. ഇന്നെന്താടാ നേരത്തെ ഇന്നെന്താ നേരത്തെ ഇന്നെന്താ നേരത്തെ അപ്പൊ സ്കൂളിൽ ഉള്ളപ്പോ നേരത്തെ എനിക്കൂടെ അതുപോലെ സ്കൂൾ ബസ് പോവാണ്ടിരിക്കാൻ സ്കൂളിൽ ഇല്ലാണ്ടായപ്പോ നേരത്തെ എണിക്കല്ലേ ഏടാ കള്ള. അപ്പോൾ മോന് എണീറ്റ് കാരണം അവനുള്ള പാല്, ചായ അതൊക്കെ വെക്കലാണ് അടുത്ത പരിപാടി. ഇന്ന് മോൻ്റെ സ്കൂളിൽ കലോത്സവമായ കാരണം അവനിന്ന് സ്കൂളില്ല. അപ്പോൾ അവനുള്ള ചായ റെഡിയാക്കിയിട്ട് വേണം മോര് കാച്ചണ പരിപാടി ചെയ്യാം. അതിൻ്റെ ഇടയിൽ ചോറ് കുക്കറിലാണ് വേവിക്കാറ്. ചോറ് 2 വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ചായ ഇങ്ങനെ നന്നായിട്ട് അടിച്ചാലാണ് ചായക്കടയത്തെ ടേസ്റ്റ് ചായക്ക് കിട്ടുള്ളൂ എന്നാണ് എൻ്റെ കെട്ടിയോൻ പറയുന്നത്. അങ്ങനെ ചായയൊക്കെ നന്നായി അടിച്ച് മോനും ജോബിക്കും ഉള്ള ചായയൊക്കെ കൊടുത്ത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മോര് കാച്ചലാണ്. അതിന് വേണ്ടി പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പച്ചമുളക് ഇട്ടു, പിന്നെ വേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാതിട്ട് നന്നായി മൂപ്പിച്ചു. അങ്ങനെയുള്ള ആഡമിനുള്ള ദോശ അവിടെ റെഡിയാക്കി. കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടു. അത് കഴിഞ്ഞ് തൈര് ഞാൻ ഡയറക്റ്റ് ഒഴിക്കുക ചെയ്യാറ്, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചൊഴിച്ചാലും നല്ലതാണ്. ഞാൻ തൈര് ഡയറക്റ്റ് ഒഴിച്ചു, ഉപ്പിട്ടു. അങ്ങനെ കുറച്ച് നോക്കിയപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇനി അടുത്തത് ഓംലേറ്റ് പരിപാടിയാണ്. അങ്ങനെ ഓംലേറ്റും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം പിന്നെ ചോറിൻ്റെ പരിപാടികളൊക്കെ നോക്കാനായിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓംലേറ്റ് ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞ് ചോറ് കോരിയിട്ടു. പിന്നെ നെക്സ്റ്റ് പരിപാടി കോളിഫ്ലവർ ഫ്രൈ ചെയ്യലാണ്. അത് ജോബിയാണ് ചെയ്തത്. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ കുക്കിംഗ് പരിപാടികൾ കഴിഞ്ഞു. പിന്നെ ഇനി വരുന്നത് പാക്കിംഗ് ആണ്. അപ്പൊ അതും ജോബി നല്ല വൃത്തിയായിട്ട് ചെയ്തു. പിന്നെന്തൊക്കെയാണ് കറികൾ? കോളിഫ്ലവർ ഫ്രൈ, മോര് കാച്ചിയത്, ഓംലെറ്റ്. അങ്ങനെ കുക്കിങ്ങും പാക്കിങ്ങും എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഓഫീസിൽ പോകാൻ റെഡി ആവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.